ഡിവൈഎഫ്ഐ കുറേയധികം പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം പല ഘട്ടങ്ങളിലായി ഈ സംഘടനയ്ക്കകത്ത് നൽകിയിട്ടുണ്ട്. ഞാൻ തന്നെ ദീർഘകാലമായി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ്. എനിക്കൊപ്പം നിരവധി സഖാക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ പൊതുരംഗത്തേക്ക് സ്ത്രീകൾ കൂടുതൽ ശക്തമായി കടന്നു വരുന്നതിനുള്ള ഒരു അംഗീകാരമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിലേക്ക് ഒരു യുവതിയെ പരിഗണിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അത് ഞാൻ വ്യക്തിപരമായി ഞാൻ എന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാനതിനെ കാണുന്നില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഡിവൈഎഫ്ഐ കൈക്കൊണ്ടത്. അത് സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. യുവജനങ്ങൾക്ക് എതിരായി അല്ലെങ്കിൽ യുവാക്കൾക്ക് എതിരായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് രാജ്യത്തുള്ളത് അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ളത് എന്നുള്ള ആക്ഷേപം എല്ലായ്പ്പോഴും ഡിവൈഎഫ്ഐയും LDFും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ടതാണ്. ആ രൂപത്തിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കാരണമാകാൻ കൂടി ഇടയുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഏറ്റവും വലിയ ശക്തമായ സമരം ചെറുപ്പം നടത്തുന്നത്. ആ സമരത്തിന്റെ ഭാഗമായിരുന്നല്ലോ ഞങ്ങളും. ഡിവൈഎഫ്ഐയും SFIയും എല്ലാം ആ സമരത്തിൽ CJP നടത്തിയ സമരത്തിനൊപ്പം ഉണ്ടായിരുന്നു. CJPയുടെ അഭിജിത് ദീപ്കയും അതുപോലെ തന്നെ ശ്രീ സോനം വാങ്ചുക്കും ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്തപ്പോൾ ആ സമരപ്പന്തലിൽ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജീം ഐഷി ഘോഷും എല്ലാം നിരാഹാരം കിടന്നു. അപ്പോൾ സമരങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സമര പോരാട്ടങ്ങൾ അതിശക്തമായി നടത്തും. കാലഘട്ടം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായ സമരമായി ചെറുപ്പം സമരരംഗത്ത് സജീവമായി ഉണ്ടാകും. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി M. വിജിനാണ് നമ്മോടൊപ്പം ഉള്ളത്. പുതിയ നേതൃത്വം ഡിവൈഎഫ്ഐക്ക് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഡിവൈഎഫ്ഐക്ക് ഇനിയുള്ള കാലം എന്താണ് ഡിവൈഎഫ്ഐ ഇനി പുതിയ സമൂഹത്തോടെ പുതിയ തലമുറയോട് പറയാൻ പോകുന്നത്? ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനം 3 ദിവസം തൃശ്ശൂരിൽ ചേർന്ന് അതിൽ ഉയർന്നു വന്ന ചർച്ചകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി നാം കൈക്കൊണ്ട ഭാവി കടമകൾ അത് കൂടുതൽ കരുത്തോടെ നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഈ സമ്മേളനം പുതിയ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. ജൻസികളുടെ ഒരു കാലം, ജൻസി പ്രക്ഷോഭം എല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ജൻസികൾക്കൊപ്പം ഡിവൈഎഫ്ഐയും ഉണ്ടാവും. അല്ല, തീർച്ചയായും ഡൽഹിയിൽ നടന്ന ജൻസി പ്രക്ഷോഭത്തിൽ ഡിവൈഎഫ്ഐ കൂടി ഭാഗമാണ്. അപ്പോൾ അത്തരം പുതിയ കാലത്തിൻ്റെ സമരരീതികളും പുതിയ കാലത്തിൻ്റെ മുദ്രാവാക്യങ്ങളും സമരങ്ങളുടെ സമയമാറ്റം ഉൾപ്പെടെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ അതത് കാലത്തിൽ പോകുന്നത്. ഏറെ വിവാദമാവാൻ സാധ്യതയുള്ളത് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുന്ന ഒരാൾ സംസ്ഥാന കമ്മിറ്റി അംഗമാവുന്നു, VK നിഷാദ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ജയിലിൽ കിടക്കുന്ന കോടതി ശിക്ഷിച്ച ഒരാളെ എങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നത്? വലതുപക്ഷം അവരുടെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെയൊക്കെ വേട്ടയാടുകയാണ്. ആ വേട്ടയാടലിന്റെ കൂടി ഭാഗമായി നടന്നൊരു കേസാണ് നിഷാദിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതൊരു അയോഗ്യതയായി ഒരു കേസിലായി ഒരു ജയിലായി ആക്കപ്പെട്ടു എന്നത് അയോഗ്യതയായിട്ടല്ല. ഇപ്പോൾ ഹൈക്കോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അയോഗ്യതയായിട്ടല്ല ഡിവൈഎഫ്ഐ കാണുന്നത്. സമരസംഘടന പ്രക്ഷോഭ കാലഘട്ടത്തിന്റെ ഭാഗമായി കള്ളക്കേസിൽ കൊടുക്കപ്പെട്ടു എന്നതാണ് ആ സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശാന്തകുമാർ വള്ളാൽ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.